നമ്മളെ വീട്ടിലെ നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്യുന്ന സ്ഥലം ഏതാണ്? എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു 99% ബെഡ്റൂംസ് ആണെന്നായിരിക്കും എല്ലാവരുടെ അഭിപ്രായം. ഈ ബെഡ്റൂമുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ റിലാക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മുടെ ബെഡാണ്. അതിലുപയോഗിച്ചിരിക്കുന്നത് എന്താണ്? മാട്രസ്സാണ്. അപ്പോൾ മാട്രസ് ശരിക്കും ഞാൻ ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട്, സ്ലീപ്പ് എൻജിനീയറിംഗ് എന്നാണ് പറയുന്നത്. മാട്രസ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം മിസ്മാച്ച് ആവുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളൊരു മാട്രസ് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അതിലെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മാട്രസ്സാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കാസി മോബി. ഇതുള്ളത് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊച്ചിയിലാണ്. കൊച്ചിയിൽ ഒബ്റോൺ മാളിലുള്ള അവരുടെ ഷോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ, എന്താണ് ഈ മാട്രസ് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് നമുക്ക് കാസി മോബിയെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരാൻ പോകുന്ന വിനിച്ചാനാണ്. ഹായ്, ഗുഡ് മോർണിംഗ് അജയ്. വെരി ഗുഡ് മോർണിംഗ്. എനിക്ക് ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ പേരിന് വല്ലാത്തൊരു സ്വീറ്റ്നെസ് ഉണ്ട്. എന്താണ് കാസി മോബി? കാസി മോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗോഡ് കംഫർട്ട് മീ എന്നാണ് കാസി മോബിയുടെ അർത്ഥം. ദൈവം സുഖപ്പെടുത്തട്ടെ. ദൈവം സുഖപ്പെടുത്തട്ടെ എന്നുള്ള ഒരു നൈജീരിയൻ നെയിമാണിത്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഈ പേര് ഡിറൈവ് ചെയ്തത്. ശരി ശരി. ഒരു പ്രൊഡക്റ്റിന്റെ പേരിൽ തന്നെ നമുക്ക് അനുഗ്രഹം തരുന്ന ഒരു പേരിൽ ഒന്നാണ് നമ്മൾ ഈ മാട്രസിന് ഇട്ടിരിക്കുന്നത്. ഓക്കെ. ബാക്കിയുള്ളതിൽ നിന്ന് നമ്മളെപ്പോഴും ജനങ്ങളെപ്പോഴും ചിന്തിക്കുന്നത്, നമ്മൾ വലിയ എന്താ പറയുക, ഒരു കട്ടിൽ വാങ്ങിക്കും. കട്ടിലിന് ചിലപ്പോൾ ഈട്ടിയുടെ കട്ടിലാണ് 3 ലക്ഷം രൂപ നമ്മൾ അതിന് ചെലവാക്കും. അതിന് നമ്മൾ 5000 രൂപ തൊട്ട് ഒരു 20-25,000 രൂപ വരെ മാട്രസ് ആണ് നമ്മൾ നോർമലി പ്രിഫർ ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്തിനാണ് കാസി മോബി പ്രിഫർ ചെയ്യേണ്ടത്? ഞാൻ ഈ കാസി മോബി എന്നുള്ള ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പോയ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലയിടത്തും വായിച്ചിട്ടുണ്ട്, 1 മാട്രസ് വോണ്ട് ഫിറ്റ് ഫോർ ഓൾ എന്നുള്ള ഒരു റൂളുണ്ട്. 100%. അതായത് ഓരോരുത്തരുടെയും വെയിറ്റ്, അവർ കിടക്കുന്ന രീതികൾ, അവരുടെ ബിഹേവിയർ, ഇതൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരൊറ്റ മാട്രസ് കൊണ്ട് ഇവരെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ മാട്രസുകൾ ഒരു 8-10 മാട്രസ് ഉള്ള ഒരു സ്റ്റോറിൽ പോയിട്ട് അവർ കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ശകലം ഒന്ന് ലീൻ ചെയ്തിട്ടാണ് ഒരു മാട്രസിലേക്ക് വരുന്നത്. പക്ഷേ അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷം ഏതെങ്കിലും ഒരു ഹെൽത്ത് പ്രോബ്ലം വരുന്ന സമയത്താണ് ഇവരുടെ മാട്രസ് ആദ്യമേ അവർ വേറെ ഒത്തിരി ചെക്കപ്സിലേക്കൊക്കെ പോകും. അതിനൊക്കെ ശേഷം കൺക്ലൂഡ് ചെയ്യുന്ന ഒരു ഫൈനൽ എലമെൻ്റ് ആണ് നമ്മുടെ മാട്രസ് മേ നോട്ട് ബി ദ റൈറ്റ് മാട്രസ്. അപ്പോഴത്തേക്ക് നമ്മൾ വല്ലാതെ വൈകിപ്പോകും. അപ്പോൾ ഈ ഒരു തോട്ട് പ്രോസസ്സിൽ നമുക്ക് എങ്ങനെ നമ്മുടെ സൊസൈറ്റിയെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ള ഒരു ഈ തിങ്കിങ്ങിൽ നിന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെയും ഈ ഒരു പ്രോഡക്റ്റിൻ്റെയും ജനനം. ഓക്കെ. ഇപ്പോൾ ഇവിടെ നമ്മളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നമ്മൾ സാധാരണഗതിയിൽ ഒരു മാട്രസിൽ പ്രധാനപ്പെട്ട വേണ്ടിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ടെമ്പറേച്ചർ കൺട്രോൾ. അതായത് നമ്മൾക്ക് കിടക്കുമ്പോൾ, എസ്പെഷ്യലി നമ്മുടെ ഹ്യൂമിഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിലും തണുത്ത മേഖലകളാണെങ്കിലും ടെമ്പറേച്ചർ കൺട്രോൾ. അതായത് ഒരു മാട്രസ് നമുക്ക് വല്ലാതെ ചൂടോ വല്ലാതെ തണുപ്പോ തരരുത്. അപ്പോൾ ഞാൻ എൻ്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ ഒരു വാംത് ഫീലിംഗ് വേണം മാട്രസ് തരാൻ. അതായത് എസ്പെഷ്യലി ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിന് കിട്ടുന്ന ആ ഒരു ടെമ്പറേച്ചർ അതാണിക്കണം ഒരു മാട്രസ് നിങ്ങൾക്ക് തരേണ്ടത്. അപ്പോൾ മാത്രമേ നമ്മുടെ ഉറക്കം സുഖപ്രദമാകത്തുള്ളൂ. അപ്പോൾ ആ ഒരു വാംത കിട്ടണമെങ്കിൽ നാച്ചുറലി കൂളൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വേണം. ആ മെറ്റീരിയലിൻ്റെ ഉള്ള അന്വേഷണത്തിലാണ് നമ്മൾ ലാറ്റക്സിൽ ചെന്നെത്തിയത്. ഇത് ലാറ്റക്സ് ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യും കേട്ടോ. ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കിടക്കുവാണ്, എനിക്കൊന്ന് കിടക്കുന്നത് ഒരു 1-2 മിനിറ്റ് 1 മണിക്കൂറോ കിടന്നാൽ നമുക്കിത് ക്ലിയർ ആയിട്ട് കിട്ടുമോ? തീർച്ചയായിട്ടും. അതായത് കംഫർട്ടബിളായിട്ട് തോന്നാതിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നത്, ഒരു മാട്രസ് കംഫർട്ടബിൾ ആയിട്ട് തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാട്രസ് നമ്മുടെ ശരീരം അല്ലെങ്കിൽ ബോഡിയായിട്ട് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ, ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് മിനിമം 2 weeks to 2 months ടൈമാണ് ഒരു അഡോപ്ഷൻ ടൈം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വേറൊരു രീതിയിൽ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, നമുക്ക് ഏറ്റവും എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടർ ഒത്തിരി എക്യുപ്മെൻസിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും നമുക്കൊരു പ്രോഗ്രസീവ് ലെൻസ് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം ഡോക്ടർ എന്താ പറയുന്നത്, ഇന്ന് ഡ്രൈവ് ചെയ്ത് ഒരാഴ്ച സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. അതായത് ആ ഒരു അഡോപ്ഷൻ ഈ പ്രോഡക്റ്റിലും നമുക്ക് വളരെ ക്രിട്ടിക്കലാണ്. പക്ഷേ അഡോപ്ഷൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, വൺസ് വി ആർ അഡോപ്റ്റഡ് ടു ദിസ് പ്രോഡക്റ്റ്,
you can never go back to any other product. ഓക്കെ ഇപ്പൊ നമ്മൾ ഇത് സെയിം എക്സാമ്പിൾ തന്നെ പ്രോഗ്രസീവ് ലെൻസ് ഉപയോഗിച്ച ഒരാൾക്ക് പിന്നെ ലെൻസ് ഇല്ലാതെ നടക്കാൻ പറ്റില്ല. അതേ പറഞ്ഞ പോലെ എനിക്ക് ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ മാട്രസ് ഉപയോഗിച്ചതിന് ശേഷം ഹോട്ടൽ റൂമിൽ പോയി കിടന്നാൽ പോലും ഉറക്കം വരാത്ത ഒത്തിരി പേരുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഹോട്ടൽ റൂം ഭയങ്കര അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ ഹൗസിൽ പോയിട്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഐ വാണ്ട് ടു കം ബാക്ക് ടു മൈ ഓൺ മാട്രസ്. ഭയങ്കര ഒരു ഇതുണ്ടത്. കാരണം എനിക്ക് നമ്മുടെ സ്പ്രിംഗ് ഇല്ലേ, പോക്കറ്റ് സ്പ്രിംഗ്, എനിക്ക് അത് കിടക്കാൻ പറ്റൂല. കാരണം എനിക്ക് ചെരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോഴത്തേക്കും ആ ഒരു ഇത് വരുമല്ലോ, റോളിംഗ് വരുമല്ലോ, അതെനിക്ക് ഭയങ്കര ബോഡി പെയിൻ. എനിക്ക് കുറച്ചുകൂടെ സ്റ്റിഫ് ആയിട്ടുള്ള ഇപ്പൊ ഈവൻ ലാറ്റക്സ് അതുപോലുള്ള സാധനങ്ങൾ എനിക്ക് കൂടുതലും കംഫർട്ട്. എനിക്ക് അല്ലാത്തടത്ത് കിടന്നുറങ്ങാൻ. അത് മാത്രമല്ല ഇപ്പൊ ഞാൻ പറയുന്നത് അജയ് ഇപ്പൊ സ്റ്റിഫ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അജയ്ക്ക് ഒരു പർട്ടിക്കുലർ ഒരു ബോഡി വെയിറ്റ് ഉണ്ട്. അപ്പൊ അജയ് കിടക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. ചിലപ്പോൾ അജയ് ചെരിഞ്ഞായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ പേരും ചെരിഞ്ഞ് പ്ലസ് നേരെ കിടക്കുന്നവരുണ്ട്. ഇനി കുറെ പേര് കമന്ന് കിടക്കുന്നവർ കാണും. ഇങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് പല ഡെൻസിറ്റിയിലുള്ള മാട്രസുകൾ, പല ഡെൻസിറ്റിയുള്ള ലാറ്റക്സ് സ്ലാബ് ഉപയോഗിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കംഫർട്ട് കിട്ടൂ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഓരോ ബോഡി വെയിറ്റും അല്ലെങ്കിൽ ഓരോരുത്തരുടെ കിടപ്പിനനുസരിച്ച് നമുക്കിത് 100% കസ്റ്റമൈസ് ചെയ്യാമെന്നാണ് പറഞ്ഞു വരുന്നത്. 100% കസ്റ്റമൈസ് ചെയ്യാമെന്നുള്ളതിനേക്കാൾ ഉപരി ഞങ്ങൾ ഓരോ മാട്രസും കസ്റ്റമൈസ് ചെയ്ത് മാത്രമേ കൊടുക്കുന്നു. അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ ഒരു മാട്രസ് പോലും ഈ ഷോപ്പിൽ, ഇതിപ്പം നമ്മുടെ ഓബ്രോൺ മോളിലെ ഫാബ്രിക്സ് എന്ന് പറഞ്ഞ ഷോപ്പിൽ ഇവിടെ ഈ ഡിസ്പ്ലേക്ക് അല്ലാതെ ഒരു മാട്രസ് പോലും ഇല്ല. എനിക്കിതൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചു. ഇതിപ്പോ നമ്മള് എന്താ പറയാ, ഇതിങ്ങനെ ഇട്ടിരിക്കുക. ഇതിനും ആൾക്കാർക്ക് ചോദ്യങ്ങളുണ്ട് കേട്ടോ ചേട്ടാ. കാര്യം എന്താണെന്ന് വെച്ചാലേ, ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് നമ്മൾ വീട്ടിലെടുക്കുക, വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ കംഫർട്ടർ സഹിതം ഇട്ട് സെറ്റാക്കി ഇടുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തിന് ഈ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് മേടിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതെ, ഓക്കെ. അതായത് ഞാൻ അതിലേക്ക് ഞാൻ വരാം അജയ്. സാധാരണഗതിയിൽ ഒരു മാട്രസ് വാങ്ങിക്കുമ്പം നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റി, ഇപ്പം നമ്മളുടെ പൊതുസമൂഹം കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രൈസ്, രണ്ട് കാണാനുള്ള അപ്പീൽ. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മാട്രസ് വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാട്രസ് എനിക്ക് ഇണങ്ങുന്നതാണോ, ഇതിൽ കിടന്നാൽ എനിക്ക് ഉറക്കം വരുമോ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനൊരു സയൻസും ഉണ്ട്. അപ്പോൾ ആ സയൻസിലാണ് ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മാട്രസിന്റെ പ്രൈസ് കമ്പാരിസൺ ആൾക്കാർ സാധാരണഗതി ചെയ്യുന്ന കമ്പാരിസൺ എന്താ, വേറൊരു മാട്രസുമായിട്ടാണ് പ്രൈസ്. പക്ഷെ അവിടെ എനിക്ക് ചെറിയ കറക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ ബാക്കിയുള്ള ഫേർണിച്ചർ അല്ലെ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ടാണ്. വേറെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് ഞാൻ പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വാഷ്റൂമിന് വേണ്ടി ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു 5 മുതൽ 7 ലക്ഷം രൂപ വരെ 10 ലക്ഷം രൂപ വരെ മുടക്കാൻ മടിയില്ല. പക്ഷേ ഓൺ ആൻ ആവറേജ് അവരവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയം ഒരു 15-30 മിനിറ്റ് കൂടുതൽ സ്പെൻഡ് ചെയ്യാറില്ല. പക്ഷേ മാട്രസിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും കൂടുതൽ ആലോചിക്കുന്നു, വാഷ്റൂമിലേക്ക് വരുമ്പോൾ ആലോചിക്കുന്നില്ല. ഈ ഒരു ഡിസ്പാരിറ്റിയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത്. അതായത് നമ്മളുടെ സമയം, നമ്മളുടെ ആരോഗ്യം, അത് നമ്മൾ എവിടെ നമുക്ക് അവിടെ വേണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ വാഷ്റൂമിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്നോ സോഫയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടോ അല്ല അർത്ഥം. പക്ഷേ അതിനോട് കൂടി തന്നെ യു നീഡ് ടു പ്രയോറിറ്റൈസ് യുവർ സ്ലീപ്പ്. ഞങ്ങളുടെ പഞ്ച് ലൈൻ തന്നെ അതാണ്, കെസിമോബി പ്രയോറിറ്റൈസ് യുവർ സ്ലീപ്പ്. അതാണ് പഞ്ച് ലൈൻ. ഇതിന്റെ സൈസൊക്കെ ചേട്ടാ, നമ്മളിപ്പം എന്നാ പറയാ 6 ഇഞ്ച് 8 ഇഞ്ച് അങ്ങനെ എല്ലാ സൈസുകളും നമ്മൾ കസ്റ്റമൈസ് ചെയ്യും. എല്ലാ സൈസുകളും കസ്റ്റമൈസ് ചെയ്യാണ്. നമുക്ക് ഈ ഒരു ലാറ്റക്സിന്റെ കംഫർട്ട് കിട്ടാൻ ഐഡിയലി സ്പീക്കിംഗ് മിനിമം 8 ഇഞ്ചെങ്കിലും വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് 6 ഇഞ്ച് തരാം, പക്ഷേ നമ്മൾ വെൻ വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ് ഓൺ സച്ച് എ നൈസ് പ്രോഡക്റ്റ്, അപ്പോൾ അതിൻ്റെ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു മോഡൽ എന്ന് പറയുന്നത് 8 ഇഞ്ച്. 8 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം 6 ഇഞ്ചിൻ്റെ സപ്പോർട്ടും 2 ഇഞ്ചിൻ്റെ കുഷനിങ്ങുമാണ് നമ്മളതിൽ കൊടുക്കുന്നത്. പക്ഷേ 10 ഇഞ്ച് 12 ഇഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യം റിയലി സ്പീക്കിംഗ് ഇല്ല. പക്ഷേ ഒരു കസ്റ്റമറുടെ ബെഡ് ബേസ് വളരെ താഴ്ന്നു കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 22 ഇഞ്ച് ഹൈറ്റോളം കിട്ടണം മാട്രസ് പ്ലസ് ബെഡ് എന്ന് പറയും. ആ ഒരു ഹൈറ്റിലേക്ക് വരാൻ നമുക്ക് 12 ഇഞ്ച് കൊടുക്കാൻ പറ്റും. ഏത് ഹൈറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിപ്പോ നമ്മളിപ്പോ എടുത്തു പറഞ്ഞാന്ന് വെച്ചാൽ വീതി നീളം അതും നിങ്ങൾ അളവ് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. നമുക്ക് സെന്റിമീറ്റർ ആക്യുറസിയാണ് പറയുന്നത്. അതായത് 193 by 187, 200 by 180, ഇതാണ് ഞങ്ങളുടെ ഡിമെൻഷൻസ്. അതായത് ഏത് കസ്റ്റമറുടെ നോർമലി ഞങ്ങളുടെ ബിസിനസ് ഇപ്പോൾ കൂടുതലും പ്രൊമോട്ടഡ് ആവുന്നത് ഇന്ത്യയിലും ഉള്ള ആർക്കിടെക്ട്സ്, ഡിസൈനർ, ഇന്റീരിയർ കമ്മ്യൂണിറ്റി വഴിയാണ്. അപ്പോൾ അവർ തരുന്ന ഡെമെൻഷൻസ് എപ്പോഴും സെന്റിമീറ്റർ ഡെമെൻഷൻസാണ് തരുന്നത്. ഈവൻ ഹാഫ് എ സെന്റിമീറ്ററും വി ഡോണ്ട് മൈൻഡ് ഡൂയിങ്. പക്ഷേ ചെയ്യാം, അത് കുഴപ്പമില്ല. ഇപ്പോൾ 195.7 എന്ന്, കാരണം എല്ലാ മാട്രസും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൽ സൈസ് ഞങ്ങൾക്കൊരു കൺസ്ട്രെയിൻ അല്ല. യഥാർത്ഥത്തിൽ ഇവരുടെ ബിസിനസ് പോകുന്നത്, നമുക്കിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ചാൽ
ദെൻ അതുപോലെ വെബ്സൈറ്റിൽ ആമസോൺ വഴി എല്ലാം നമുക്കിത് ലോകത്തിലെവിടെയും പർച്ചേസ് ചെയ്യാം. ആമസോണിലുണ്ട്, ഇന്ത്യയിലുള്ള എല്ലാ ലുലുവിലും നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ട്. ഇന്ത്യൻ ലുലുവിലുണ്ട്, ഇവിടെ നമ്മുടെ ഫാബ്രിച്ചിലുണ്ട്, ഹോം സോൺ, തെയ്യംപാട്ടിൽ, സ്റ്റോറീസ്, ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ എല്ലാ ഫർണിച്ചർ ഷോറൂമിലും ഏറ്റവും പ്രീമിയം ആയിട്ട് നമ്മൾ നിൽക്കുക. ദുബൈയിലും നമുക്ക് ദുബൈ ആമസോണിലുണ്ട്, ദുബൈ ഹോം സെന്ററിലുണ്ട്, ദുബൈ നൂണിലുണ്ട്, ദുബൈ മംസ് വേൾഡിലുണ്ട്, ദുബൈയിൽ മാർക്കറ്റ് മോൾ എന്ന് പറഞ്ഞ മോളിലുണ്ട്. ഓൾമോസ്റ്റ് 2 വർഷമായിട്ട് നമ്മൾ ദുബൈയിലും റീസണബിളി തരക്കേടില്ലാതെ സെൽ ചെയ്തു പോകുന്നുണ്ട്. എനിക്ക് ഞാൻ ഈ മാട്രസ് എടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയ ഒരു സാധനം എന്ന് പറയുന്നത് അത് പില്ലോയാണ്. കാരണം എനിക്കൊരു വിധപ്പെട്ട പില്ലോകളൊന്നും വർക്ക് ആവുന്നില്ല. എനിക്ക് ഇച്ചിരി ഉയർന്ന് ഇച്ചിരി സ്റ്റിഫായിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ലാറ്റക്സിന്റെ പില്ലോയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒന്നാണ്. എനിക്ക് വേറൊരു സ്ഥലത്ത് ഈ പില്ലോ പലപ്പോഴും ഇതിനകത്ത് പഞ്ഞിയൊക്കെ ഉണ്ടെന്ന് പലയിടത്തും തെന്നി പോകുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളുടെ ഈ പ്രൊഡക്റ്റിൽ ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ആയി കിടക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പില്ലോസ് ഇവിടെ വന്നപ്പോഴത്തേക്കും ചേട്ടാ എനിക്ക് ഇത്ര ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കിട്ടിയിട്ടില്ലേ? ഹാഫ് പില്ലോസ് എന്താന്ന് പറഞ്ഞത്? ഹാഫ് പില്ലോ അതുവരെ നമുക്കുണ്ട്. അതെ, ഹാഫ് പില്ലോ എന്ന് പറയുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് ഈ പില്ലോ വേണോന്ന് ചോദിച്ചാൽ വേണം, വേണ്ടോന്ന് ചോദിച്ചാൽ വേണ്ട. കാരണം പില്ലോ വെച്ച് ഒരു മാനസികമായ ഒരു ഫീൽ മാത്രം കിട്ടിയാൽ മതി, അവർക്ക് ഒട്ടും തല പൊക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഹാഫ് പില്ലോ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഇത് ഹാഫ് പില്ലോ തൊട്ട് പിന്നെ സെർവിക്കൽ പില്ലോ ഉണ്ട്. സെർവിക്കൽ പില്ലോയിൽ നമുക്ക് 2 ഹൈറ്റ് ഉണ്ട്. അതായത് സെർവിക്കൽ പില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മുടെ ഈ സെർവിക്കൽ ഏരിയയിൽ ചെറിയ കർവ് ഉണ്ട്. ആ കർവ് പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന പില്ലോസ് ആണ് സെർവിക്കൽ പില്ലോ. അതിൽ തന്നെ നമുക്കിപ്പോൾ സെർവിക്കൽ പില്ലോയിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ 2 ഹൈറ്റ് ഉണ്ട്. ഇതിപ്പോ ഓരോ ഹൈറ്റ് നമ്മൾ ഓരോരുത്തർക്ക് വെച്ച് നോക്കണം. ഇത് 2 ഹൈറ്റ്. ഇത് 8 സെന്റിമീറ്റർ ആണ്, ഇത് 10 സെന്റിമീറ്റർ. അപ്പോൾ അജയ് ചിലപ്പോൾ ആദ്യമേ ഈ 8 സെന്റിമീറ്ററിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ഫിറ്റ് ആവുന്നില്ലെങ്കിൽ 10 സെന്റിമീറ്റർ മതി. ഇനി അത് കൂടാതെ ഇനി ഇത് 2 കുറച്ചുകൂടെ ബോഡി വലിപ്പമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് 10, ഇത് 12 എന്നും പറഞ്ഞ ഒരു സെർവിക്കൽ പില്ലോയും കൂടി ഉണ്ട് നമ്മുടെ. നമുക്ക് 2 ഓപ്ഷൻസ് ഓഫ് സെർവിക്കൽ പില്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ ചിലർക്ക് അതാ കാരണം ഈ മാട്രസിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു പില്ലോ എല്ലാവർക്കും പറ്റില്ല. ഓരോരുത്തർക്കും കുറെ കൈൻഡ് ഓഫ് പില്ലോസ് നമ്മൾ ഏകദേശം, പിന്നെ കിങ് സൈസ് ഉണ്ട്, ക്വീൻ സൈസ് പില്ലോസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് പില്ലോസ് ഉണ്ട്. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് പില്ലോ, ഇത് നമ്മുടെ നോർമൽ പില്ലോ ഷേപ്പിലുള്ള പില്ലോയാണ്. എല്ലായിടത്തും അതുപോലെ. അതെ, ഇത് കൺവെൻഷണൽ ആയിട്ട് ട്രഡീഷണൽ ആയിട്ട് ഈ പില്ലോ യൂസ് ചെയ്ത് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇത് ലാറ്റക്സ് പില്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് അടിച്ചു നോക്കി ഒരു ബോൾ ബൗൺസ് ചെയ്ത് വരുന്നത് ഭയങ്കര ബൗൺസിംഗ് ആണ്. ഈ ബൗൺസിംഗ് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ഈ ബൗൺസിംഗ് ഇന്നല്ല, 20 കൊല്ലം കഴിഞ്ഞാലും അജയ്ക്ക് ഈ ബൗൺസിംഗ് കിട്ടും. പില്ലോയിലും കിട്ടും, മാട്രസിലും കിട്ടും. മാട്രസിന്റെ അതിനിടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ കയറി, ഈ മാട്രസ് പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്റെ അടുത്ത് എനിക്ക് മാട്രസ് തന്നാൾ പറഞ്ഞിട്ടുണ്ട് ഇത് തിരിച്ചിടണം, ഇത്ര സമയം കഴിഞ്ഞാൽ തിരിച്ചിട്ട് യൂസ് ചെയ്യണം, മറിച്ചിടണം. അങ്ങനെ ഇതിന്റെ ആവശ്യം നമ്മുടെ കേസിൽ മറിച്ചിടേണ്ടത് എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളൂ. അതായത് നമ്മൾ മാട്രസിന് 2 ഡെൻസിറ്റിയാണ് 2 വയസ്സ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ മറിച്ചിടേണ്ട 2 സാഹചര്യങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്. ഇപ്പൊ എസ്പെഷ്യലി ഒരു യങ് കപ്പിളൊക്കെ മാട്രസ് വാങ്ങിച്ചു. അപ്പോൾ വൺസ് ലേഡി ഗോട്ട് പ്രഗ്നന്റ്, അവരെ സംബന്ധിച്ചോളം സോഫ്റ്റ് ആയിട്ടുള്ള മാട്രസിൽ കൈകുത്തി എണീക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ ഒരു 3-4 മാസത്തേക്ക് ആ മാട്രസ് മറിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫേമർ സർഫസ് കിട്ടും. കുറച്ചുകൂടെ ഫേമർ സർഫസ് കിട്ടും. അതായത് 1 ലെവൽ എബോവ് ആയിരിക്കും ബോട്ടം. പിന്നെ ഇപ്പോൾ ഈ ഞാൻ മാട്രസിന്റെ ലോഞ്ചിവിറ്റിയെ കൂടെ പറയാൻ ഇടയ്ക്ക് മറന്നുപോയി. നമ്മൾ 20 കൊല്ലം പ്രോഡക്റ്റിന് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. 20 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നത് എഗനസ്റ്റ് സാഗിങ് ആണ്. അതായത് 10 ഇഞ്ചുള്ള മാട്രസ് 1 ഇഞ്ച് കൂടുതൽ താന്നു കഴിഞ്ഞാൽ നമ്മൾ മാട്രസ് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് 35 കൊല്ലം കഴിഞ്ഞാലും അജയ്ക്ക് ഇത് വേണ്ടാന്ന് തോന്നാത്തത്തോളം കാലം ഇത് മാറേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ 35 കൊല്ലത്തിനിടയ്ക്ക് ആദ്യത്തെ ഒരു 15 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ആസ് ആൻഡ് വെൻ വി ഗ്രോ ഏജ്ഡ് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് കിടക്കുന്ന സോഫ്റ്റ്വെയർ സർഫസിനേക്കാൾ കുറച്ചുകൂടെ ഹാർഡർ സർഫസിൽ കിടക്കണം നമുക്കൊരു തോന്നൽ വരും. ആ തോന്നൽ വരുന്ന സമയത്ത് നമുക്ക് മാട്രസ് മറിച്ചിടാം. ആദ്യത്തെ 15 വർഷം മറിച്ചിടണ്ട, അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ ഫേമർ സർഫസിൽ കൊടുക്കണേ, മാട്രസ് മാറ്റേണ്ട, മാട്രസ് മറിച്ചിട്ടാൽ മതി. പക്ഷെ പിന്നെ ഇത്രയും ലോഞ്ചിവിറ്റി ഉള്ള പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൊരു ചോദ്യം കൂടെ വരും. അതിനകത്ത് ഈ മാട്രസിന് നമുക്ക് 2 ഫാബ്രിക് കവേഴ്സ് ആയിട്ടിരിക്കും. ഈ 2 ഫാബ്രിക് കവേഴ്സും സിപ്പേഴ്സ് ഉണ്ട്. ഈ സിപ്പേഴ്സ് ഊരി ഈ കവേഴ്സ് നമുക്ക് ഡ്രൈ ക്ലീൻ ചെയ്യാം. മനസ്സിലായി. അപ്പോൾ ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഈ സിപ്പർ ഊരി കവർ ഡ്രൈ ക്ലീൻ ചെയ്യാം. അതിനകത്ത് വേറൊരു കവറുണ്ട്, അതും സിപ്പർ കവറാണ്, അതും ഡ്രൈ ക്ലീൻ ചെയ്യാം. അതിനുശേഷമുള്ള ലാറ്റക്സിന്റെ കോറാണ്. ലാറ്റക്സിന്റെ കോർ എന്ന് പറയുന്നത് ഏകദേശം ഇതാണ് ലാറ്റക്സ് കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ നാടിന്റെ ഇതായിട്ടുള്ള റബ്ബർ, തീർച്ചയായിട്ടും വെറും റബ്ബർ പാലിൽ നിന്ന് മാത്രം വേറെ ഒരു കെമിക്കലും ഇല്ല. ഒരു റബ്ബർ സാപ്പ് എന്ന് പറയുന്ന
അതിൽ ഒരു മരത്തിൻ്റെ കറയിൽ നിന്ന് മാത്രമാണ്, വേറെ ഒരു സീറോ കെമിക്കൽ പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇതിനുള്ള ഏറ്റവും വലിയൊരു ഹെൽത്ത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും കിടന്നുറങ്ങുന്ന പില്ലോയിൽ തല വെച്ച് പില്ലോയിലൂടെയാണ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത്. അതെ, തീർച്ചയായും. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന പില്ലോസ് അല്ലെങ്കിൽ മാട്രസസ് എന്ന് പറയുന്ന പോളിയൂർത്തിൻ പില്ലോസ് അതൊരു പെട്രോ കെമിക്കൽ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൽ കൂടെ നമ്മൾ ഇൻഹെയിൽ ചെയ്യണോ അതോ ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ് കൂടെ ഇൻഹെയിൽ ചെയ്യണോ? ചോയ്സ് ഈസ് യുവേഴ്സ്. ഓക്കെ, അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ എന്താ പറയുക പിൻ ഹോൾസ് നമുക്കൊരു 5 വർഷമൊക്കെ കഴിയുമ്പോൾ 2 കവേഴ്സ് ഊരിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വാക്യൂം ക്ലീൻ ചെയ്യാം. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടെ. പിന്നെ നമുക്ക് കുറേ നാൾ ഇപ്പോൾ ലോഞ്ചിവിറ്റി കൂടിയതുകൊണ്ട് ഞാൻ പറയാം, ഒരു 15 വർഷമൊക്കെ കഴിഞ്ഞു ഒരു വീട്ടിലൊരു ഇവന്റ് വരുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കവർ മാറ്റി ഒരു പുതിയ കവർ ഇട്ടാലും മതി. അതെ, അപ്പോൾ അപ്പോഴത്തേക്ക് അഗെയിൻ മാട്രസ് വിൽ ലുക്ക് ഫ്രഷ് ആൻഡ് ഗുഡ്, ന്യൂ ആയിട്ട് തോന്നി. യഥാർത്ഥത്തിൽ ഒരു ഗ്രീൻ പ്രോഡക്റ്റ് എന്ന് വേണം, 100% ഗ്രീൻ സർട്ടിഫൈഡ് ഗ്രീൻ പ്രോഡക്റ്റ് ആണ്. ഇത് എത്ര രൂപ എന്നുകൂടെ അവർ ഇത് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് എത്ര രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും? അതായത് നമുക്കൊരു ഏകദേശം ഒരു 40,000 രൂപ മുതൽ ഇതിന്റെ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യും. 40,000 രൂപ മുതൽ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈ പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്യുവർലി ബേസ്ഡ് ഓൺ നിങ്ങളുടെ മാട്രസിന്റെ സൈസ്, ഹൈറ്റ്, നിങ്ങൾക്ക് ഏതൊക്കെ ഡെൻസിറ്റിയിൽ വേണം. ഡെൻസിറ്റി വ്യത്യാസത്തിൽ നമ്മൾ പൈസ ചാർജ് ചെയ്യുന്നില്ല, പക്ഷേ എന്നാൽ കൂടെ നമ്മുടെ ആ സൈസ് അനുസരിച്ചിട്ട് നമുക്കുള്ള വ്യത്യാസങ്ങൾ വരും. എന്നാലും ഇത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള പ്രൊഡക്റ്റാണ്, അതുകൊണ്ട് തന്നെ പരമാവധി, പക്ഷേ ലിമിറ്റേഷൻ ഉണ്ട്. ലാറ്റക്സ് ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാലും അറിയാം, ലാറ്റക്സിൻ്റെ 2 ഡ്രോബാക്കിൽ ഒന്ന് അതിൻ്റെ പ്രൈസ്, രണ്ടാമത്തെ അതിൻ്റെ വെയിറ്റ് ആണ്. അതും കൂടെ ചെയ്യുമെന്ന് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞാൽ, കാരണം നമ്മുടെ ഒരു കിങ് സൈസ് മാട്രസിനൊക്കെ ഏകദേശം ഒരു 74 കിലോയോളം വെയിറ്റ് വരും. 8 ഇഞ്ച്. അപ്പോൾ അത്രയും വെയിറ്റ് ഉള്ള മാട്രസ്. അപ്പോൾ അത്രയും മെറ്റീരിയൽ ഇതിനകത്തേക്ക് കയറുക. 74 കിലോയോളം വെയിറ്റ് വരും. 74 കിലോയാണ് അതിന്റെ വെയിറ്റ്. അപ്പോൾ ഇതിന്റെ ഹാൻഡ്ലിങ്, അതായത് നമ്മൾ എപ്പോഴും മാട്രസ് എടുത്തോണ്ട് പോകുന്നില്ല, അത് വൺസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കിടന്നോളൂ. യു ഡോണ്ട് നീഡ് ടു ഈവൻ ടേൺ ബാക്കിങ് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ നമ്മൾ ഗൂഗിൾ ചെയ്താലും ലാറ്റക്സിന്റെ ഡീമെറിറ്റ് എന്ന് പറഞ്ഞ പ്രൈസും പക്ഷെ മെറിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ മെറിറ്റ്സുകൾ വരും. ഇതിപ്പം ഞാൻ കെസിമോബിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി അതിനെ കസ്റ്റമൈസ് ചെയ്യും. നിങ്ങളുടെ വെയിറ്റ്, നിങ്ങളുടെ സ്ലീപ്പിംഗ് സ്റ്റൈല്, നിങ്ങളുടെ പെഡലി വേദന, ഇതിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ്. പക്ഷേ ലാറ്റക്സ് വേൾഡിലെ തന്നെ സിംഗിൾ ബെസ്റ്റ് സ്ലീപ്പിംഗ് സർഫസ് ഇൻ ദ വേൾഡ് എന്ന് ചുമ്മാ ഗൂഗിൾ ചെയ്താലും കിട്ടുന്ന ലാറ്റക്സ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ട. ഞാൻ പറയുമ്പോൾ അത് ആ ലാറ്റക്സിനെ നമ്മൾ കെസിമോബിയിൽ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തെന്നുള്ളതാണ് നമ്മുടെ സമ്മറി. ഏറ്റവും ബെസ്റ്റായിട്ട് വീണ്ടും പറയുന്നു, നമ്മളെപ്പോഴും ഒരു ഉറങ്ങുന്ന സമയം നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ, എപ്പോഴും റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് സമാധാനം, നമ്മൾ പുസ്തകം വായിക്കാൻ പോലും ഉറങ്ങുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇടം കൃത്യമായിട്ട് ഒരുക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അവൈലബിലിറ്റി പറഞ്ഞു, നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലൂടെയും അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റും ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് അവൈലബിൾ ആണ്. 100% കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ്. യെസ്, 100% കസ്റ്റമൈസ് മാത്രമല്ല, ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ സ്ലീപ്പ് എഞ്ചിനീയറിംഗിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് തരാൻ സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ സാർ, താങ്ക് യു വെരി മച്ച്. എപ്പോഴും നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഞാൻ സാറിനെ വിളിച്ചപ്പോൾ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട്. എപ്പോഴും നിങ്ങളും ചോദിക്കേണ്ടത് ഇത് എന്തിനെനിക്ക്, എന്തുകൊണ്ട് എനിക്ക്. അത് നിങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരം കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പർച്ചേസ് ചെയ്യും. അത്രേ എനിക്കും പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. സർവീസിനെ കുറിച്ച് നോ വറീസ്. കാര്യം ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഫിറ്റ് ആൻഡ് ഫോർഗെറ്റ് എന്ന് പറഞ്ഞതുപോലെയാണ്. വരും, ധൈര്യമായിട്ട് കിടന്നുറങ്ങും. അത്രേ പറയാനും. വീണ്ടും കാണാം അടുത്ത വീഡിയോ. അതൊരിക്കും. അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇന്ത്യ.